വയനാട് തിരുനെല്ലിയിൽ ആദിവാസി സ്ത്രീയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ പ്രതി കസ്റ്റഡിയിൽ. പുളിമൂട് സ്വദേശി വർഗീസാണ് പിടിയിലായത്. സംഭവത്തിൽ ആദിവാസി സ്ത്രീയുടെ പരാതിയിൽ തിരുനെല്ലി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിയെ കസ്റ്റഡിയിലെടുത്തത്. ബലാത്സംഗം, പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധനം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസ്. പരാതിക്കാരിയുടെ മൊഴി പോലീസ് എടുത്തിരുന്നു. മാനസിക പ്രശ്നമുള്ള തന്നെ മരുന്ന് കഴിക്കുന്നതിൽ നിന്നും പീഡിപ്പിച്ചയാൾ വിലക്കിയെന്നും പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഒത്തുതീർപ്പുണ്ടാക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്നും മരുന്ന് നൽകിയും മന്ത്രവാദ വസ്തുക്കൾ നൽകിയും 1 വർഷത്തോളം ക്രൂരമായി പീഡിപ്പിച്ചുവെന്നുമാണ് ആദിവാസി സ്ത്രീയുടെ പരാതി. മന്ത്രവാദത്തിന്റെ പേരിൽ പീഡനം നടത്തിയെന്നും പരാതിയിലുണ്ട്. കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാൽ പുറത്തു പറയാൻ ഭയന്നുവെന്നും ആദ്യ പരാതി തിരുനെല്ലി പോലീസ് കേസ് ഒതുക്കാൻ ശ്രമിച്ചുവെന്നും പരാതിക്കാരി ആരോപിച്ചു. 2023 ജൂണിൽ പരാതി നൽകിയെങ്കിലും പോലീസ് കേസ് ഒത്തുതീർപ്പാക്കാൻ നിർബന്ധിച്ചുവെന്നും പരാതിക്കാരി ആരോപിച്ചു. പരാതി കൊടുത്തിട്ട് പിറ്റേന്ന് ഒരു 10 മണിക്ക് വർഗീസിനെ വിളിച്ചപ്പം പറഞ്ഞു വർഗീസ് നാളെ വരുമെന്ന് പറഞ്ഞപ്പോൾ ഒരു 10 മണിക്ക് വരണമെന്ന് നമ്മൾ 2 കൂട്ടരെ പറഞ്ഞായിരുന്നു. അപ്പോൾ 2 കൂട്ടരും വന്നു. പക്ഷെ അയാളെ കൂടെ പാർട്ടിക്കാരുണ്ടായിരുന്നു. എൻ്റെ കൂടെ ആരുമില്ല, ഞാനും മോളും മാത്രമേ ഉള്ളൂ. അപ്പോൾ പോലീസുകാർ പറഞ്ഞു ഇനി എന്തെങ്കിലും ഉപദ്രവം ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് കൊടുത്താൽ മതി. ഇത് നമുക്ക് എങ്ങനെ ഒത്തുതീർപ്പുണ്ടാക്കാം, അയാൾക്ക് 2 മക്കളുള്ളതല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒത്തുതീർപ്പാക്കിയതാണ്. ആദിവാസി യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് CPM ആവശ്യപ്പെട്ടു. വിശ്വാസം മറയാക്കിക്കൊണ്ട് മന്ത്രവാദത്തിന്റെ പേരിൽ പനവല്ലിയിലെ ആദിവാസി യുവതിയെ ക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് CPM ആരോപിച്ചു. 1 വർഷത്തോളം നീളുന്ന ക്രൂരമായ പീഡനത്തിന് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ വർഗീസിനെ സഹായം ചെയ്തിരുന്നുവെന്നും പരാതിക്കാരി ആരോപിച്ചു. ബലാത്സംഗം, പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമം ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് വർഗീസിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രതിയായ വർഗീസിനെ തിരുനെല്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. അമൃത ന്യൂസ്, വയനാട്.